നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിയിലെ തായാട്ട് കൊച്ചുവേലായുധന് CPM നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. തൃപ്പയാറിൽ ഇനി നാടകരാവുകൾ. തൃപ്പയാർ നാടകവിരുന്നിന് അരങ്ങുണർന്നു. ചിറയ്ക്കൽ GLP സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുള്ളിൽ കലുങ്ക സംവാദത്തിനിടെ വീട് നിർമ്മാണത്തിന് സഹായം അഭ്യർത്ഥിച്ച അപേക്ഷയുമായി എത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവഗണിച്ച പുള്ളിലെ തായാട്ട് കൊച്ചുവേലായുധന് CPMന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം തുടങ്ങി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തറക്കല്ലിട്ടു. ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തിക്കെതിരായ സർഗാത്മക പ്രതികരണമെന്ന നിലയിലാണ് CPM വീട് നിർമ്മാണം ഏറ്റെടുത്തതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇത് പുള്ള് എന്ന ഗ്രാമത്തിന്റെ സർഗാത്മകമായ പ്രതിരോധമാണ്. അതായത് ഒരു ജനപ്രതിനിധി ഈ നാട്ടിലെ ഏറ്റവും വന്യവയോധികനായ ഒരു മനുഷ്യനോട് നടത്തിയ ധിക്കാരപരമായ ഒരു പെരുമാറ്റത്തിനെതിരായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ പ്രതിരോധമാണ്. ഇപ്പോൾ കൊച്ചുവേലായുധൻ എന്ന മനുഷ്യൻ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ നൽകിയപ്പോൾ ഇതൊന്നും MP പണിയേ അല്ല എന്ന് പ്രഖ്യാപിച്ചൊരു ജനപ്രതിനിധി, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. അതിനോടുള്ള ഈ ഗ്രാമത്തിൻ്റെ പ്രതിഷേധം വീട് നിർമ്മാണത്തിൻ്റെ തറക്കല്ല് ഇട്ടുകൊണ്ടാണ് ഇന്നത് നിർവഹിക്കുന്നത്. അത് വളരെ വേഗം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. CPIMൻ്റെ വീട് എന്നതിനപ്പുറം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അതാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒട്ടും വൈകാതെ ഈ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കൂടി ഒത്തുചേരലാണ്. കല്ലിടൽ ചടങ്ങിന് വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK അനിൽ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS മോഹൻദാസ്, സെബി ജോസഫ്, VR ബിജു, ചാഴൂർ ലോക്കൽ സെക്രട്ടറി K ഗോപി, ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS ശേഖേഷ് എന്നിവർ സംസാരിച്ചു. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ 600 ചതുരശ്രടിയുള്ള വീടാണ് നിർമ്മിക്കുന്നത്. 12 ദിവസത്തെ നാടകരാവുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 26ാമത് തൃപ്പയാർ നാടകവിരുന്ന് ആരംഭിച്ചു. മുൻ MLA KU അരുണൻ മാസ്റ്റർ നാടകവിരുന്ന് ഉദ്ഘാടനം ചെയ്തു. സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളെ സന്തോഷിപ്പിക്കുക, പ്രേരിപ്പിക്കുക, രസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഈ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ശരാശരി മനുഷ്യരല്ല, പരമദരിദ്രരുമല്ല. പരമദരിദ്രരാണെന്ന് വേണമെങ്കിൽ പറയാം. അവരെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ പരമദരിദ്രരല്ലാത്ത സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇക്കിളിപ്പെടുത്തുന്ന, അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന, അവരെ ചിരിപ്പിക്കുന്ന, അവരിൽ ഹാസ്യരസം നിരന്തരം ഉയർത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് TV-യിലൊക്കെ കാണാൻ കഴിയുന്നത്. മനുഷ്യനെ കണ്ടെത്താൻ ആ ജീവിത ഗന്ധം മനുഷ്യൻ്റെ ഒന്ന് നാസാരന്ധ്രങ്ങളിലൂടെ മുകളിലേക്കൊന്ന് കയറ്റാൻ നമുക്ക് നാടകങ്ങൾ തന്നെ വേണം. പക്ഷേ ഈ നാടകങ്ങളുടെ മുഖവും ഇപ്പോൾ അരമണിക്കൂറും 20 മിനിറ്റും 15 മിനിറ്റൊക്കെ ആയോട് കൂടിയിട്ട് നാടകങ്ങളുടെ മുഖവും പഴയ രൂപത്തിൽ നാടകത്തെക്കുറിച്ച് ഭരതമുനി അടക്കം പറഞ്ഞു തന്നിട്ടുള്ള വ്യത്യസ്ത സന്ധികളുടെ സമന്വയമില്ല. സന്ധികൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകമില്ല എന്ന് തന്നെയാണ് എൻ്റെ വളരെ. നാടകവിരുന്ന രക്ഷാധികാരി MR ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ഗീതാവ് ഗോപി, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, BJP തൃശൂർ ജില്ലാ സെക്രട്ടറി P ഹരീഷ് മാസ്റ്റർ, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മാസ്റ്റർ, നാടകവിരുന്ന ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം അനശ്വരയുടെ ആകാശത്ത് ഒരു കടൽ എന്ന നാടകം അരങ്ങേറി. തിങ്കളാഴ്ച അമ്പലപ്പുഴ സാരഥി നവജാത ശിശു വയസ്സ് 84 എന്ന നാടകം രംഗത്തെത്തി. BJP അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശില്പശാല പുത്തൻപീടിക സെന്റിനറി ഹാളിൽ വെച്ച് നടന്നു. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷയായി. മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത്, നാട്ടിക മണ്ഡലം
വൈസ് പ്രസിഡന്റ് ഗോകുൽ കരിപ്പിള്ളി, സുനിൽ ദത്ത്, പഞ്ചായത്ത് ഭാരവാഹികളായ ഗിരിജൻ മേനോൻ, ഷൈജു പള്ളിയിൽ, ദീപേഷ്, സ്മിഘോഷ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കൂടാതെ കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത പ്രസാദ് അന്തിക്കാടിനെയും യുവമോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കൃഷ്ണദത്തിനെയും ആദരിച്ചു. നമ്മുടെ ഈ നാട്ടിലെയും അന്തിക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലം 9 നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. അതിൽ ചിലത് 5000-നും 10,000-നും ഇടയിലുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മനപരിവർത്തനം, രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ വോട്ട് ചോറി. ആ വോട്ട് ചോറി എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ പരിവർത്തനമാണ്. ഒരാഴ്ചക്കാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വേണ്ടി കൊടികുത്തുവാനും പോസ്റ്റർ ഒട്ടിക്കാനും പ്രകടനം നടത്തുവാനും പോയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല എന്നുള്ള ആ ദുഃഖകരമായിട്ടുള്ള സത്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തളിക്കുളം അപ്പു മാസ്റ്റർ റോഡ് റെസിഡന്റ് അസോസിയേഷന്റെ ഓണാഘോഷം നടന്നു. തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ നടന്ന ഓണാഘോഷം നോവലിസ്റ്റ് ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. ആ പാർട്ടിയിലൂടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ആ സന്ദേശം ഞാനത് പ്രതീക്ഷിക്കാത്ത ഒരു പ്രാർത്ഥനയായിരുന്നു. അത് വളരെയേറെ തൃപ്തിയുണ്ട്. കാരണം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം അത്തരത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ഉദാഹരണമാണ് ആ പ്രാർത്ഥന ചെയ്യപ്പെട്ടതിൽ നിന്ന് കേട്ടത്. എന്തായാലും എനിക്കൊരു പ്രത്യേകിച്ച് സന്തോഷം അറിയിക്കാനുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട ആത്മമിത്രം സന്തോഷ് സാർ മുഖേനയാണ് നിങ്ങളുമായുള്ള ഈ ഒരു വേദി പങ്കിടാൻ എനിക്ക് സാധിച്ചത്. ഇത് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് വാക്കുകൾ പറയാം. എൻ്റെ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ 55ാം വർഷത്തിലാണ് ഇവിടെ ഈ ചടങ്ങിൽ ഞാൻ ബന്ധപ്പെടുന്നത്. 1970-ലാണ് കഥ എഴുത്ത് തുടങ്ങിയത്. കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനം എഴുത്ത് തുടങ്ങിയത് 1970 തുടങ്ങി ഇപ്പോൾ 2026 എത്തി നിൽക്കുകയാണ്. അതായത് 55 വർഷത്തെ പ്രവർത്തനം ഉള്ള ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ഹൈദരാലി PK അധ്യക്ഷനായി. സെക്രട്ടറി ശ്യാം NP, രക്ഷാധികാരി ഹബീബ് മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി നസറിൻ രജീബ് ലാൽ, വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് PM, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജി മനോജ്, സർഫുദ്ദീൻ AK ജയദേവൻ, സ്മിത ശ്യാം, ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ NS, ബഷീർ PB, റിയാസ് MB, സന്തോഷ് TR, നഫീസ കുഞ്ഞുമോൻ, ഷരീഫ് KK, ദിൽഷ അഷ്റഫ്, സ്മിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചിറയ്ക്കൽ GLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അവിടെയും ഈ സ്കൂളുകളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ പോകുമ്പോൾ 2020-21 കാലഘട്ടത്തിൽ നമ്മുടെ കാറ്റും മഴയൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ചില ഓടുകൾ പൊളുകയും ഇടിഞ്ഞെടുക്കുകയും ഉണ്ടായി. ഞാൻ പഴയൊരു അനുഭവം പറയാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പുതിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഇതിൽ പോകുമ്പോൾ ഞാൻ ഇരു സൈഡുകളും ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവരുടെ സംസാരമല്ല ഞാൻ ശ്രദ്ധിക്കാറ്. ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ
എപ്പോഴാണ്, ഏത് സമയത്താണ്, എന്തിനാണ് ആദ്യം മുൻഗണന നൽകേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവിടെ ജയബാലേട്ടനുണ്ട്, റേഷൻ കട നടത്തുന്ന ജയബാലേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് കയറും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ കട്ടൻ ചായയൊക്കെ തന്ന് സംസാരിച്ച് വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ സ്കൂൾ ഇങ്ങനെ കിടക്കുകയാണ്, അത് വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. വേറെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്കൂള് എന്ന നിലയിൽ അദ്ദേഹം മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചതാണ്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ രമേശ് MK, അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി, സ്കൂൾ പ്രധാനാധ്യാപിക ജയീസ NH, PTA പ്രസിഡന്റ് സുജിത് AC, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. KSKTU താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. കേന്ദ്ര വനിതാ സബ് കമ്മിറ്റി കൺവീനർ ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV മദനമോഹനൻ അധ്യക്ഷനായി. KSKTU ഏരിയ ട്രഷറർ MB സഹദേവൻ, എക്സിക്യൂട്ടീവ് അംഗം TM ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗം ഷൈനി ബാലകൃഷ്ണൻ, കർഷക സംഘം താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി PB അനിൽ, PR സുരേന്ദ്രനാഥ്, PG സ്മൈജോ, സംഘാടക സമിതി കൺവീനർ KS ഷൈജു, ട്രഷറർ രതി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിഹിതം 70,000 രൂപ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം 1,12,000 രൂപ. ഏതാ കൂടുതൽ? 70,000 ആണോ 1,12,000 രൂപയാണോ കൂടുതൽ? ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം അല്ലേ? പഞ്ചായത്തിന്റെ വിഹിതം 70, ബ്ലോക്കിന്റെ 1,12,000, ജില്ലയുടെ 98,000, സംസ്ഥാനത്തെ 48,000 കൂട്ടി 3,28,000 രൂപ സംസ്ഥാന വിഹിതമായി കൊടുക്കുന്നു. കേവലം 72,000 രൂപ കേന്ദ്ര വിഹിതമായി കൊടുക്കുന്നു. പേര് നരേന്ദ്രമോദിന്റെ വീട്. ഇത് മാത്രം പോരാ, വീട് വെച്ച് കഴിഞ്ഞ് അവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് ടാഗ് ചെയ്തില്ലെങ്കിൽ കാശ് തരില്ല എന്ന് പറയണ. 72,000 രൂപ. ഇത് പറഞ്ഞു പോകണ്ടേ? നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന വിഹിതം കൂടുതൽ തുകയായി നിൽക്കുമ്പോ കേന്ദ്രത്തിന്റെ വിഹിതം നാമമാത്രമായിട്ട് പോലും അത് കൊടുക്കാതിരുന്നിട്ട് പ്രധാനമന്ത്രിയുടെ വീടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന RSSകാരെ ആട്ടി അകറ്റാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു.
തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ഈ വർഷത്തെ ഓണാഘോഷം SN മന്ദിരം ഹാളിൽ നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരൻ മാസ്റ്റർ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ തളിക്കുളം, N മദനമോഹനൻ മാസ്റ്റർ, വാസൻ കോഴിപ്പറമ്പിൽ, ഗീതാ വിനോദൻ, ഷീജ രാമചന്ദ്രൻ, AK വാസൻ, TU സുഭാഷ് ചന്ദ്രൻ, PN സുരേഷ്, KJ സുനിൽ, ബീന വാസൻ, രഞ്ജില ഗിരി, ഷിൽജ ദീപു, പത്മിനി ജയപ്രകാശ്, നിർമ്മല വാസൻ, ധന്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ വനിതാ മെമ്പർമാർ അവരവരുടെ വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. വനിതാംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഫണ്ണി ഗെയിംസ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ചടങ്ങിൽ പുതിയ ഗ്രന്ഥലോകം വരിക്കാരുടെ ലിസ്റ്റ് വിശ്വംഭരൻ മാസ്റ്റർക്ക് കൈമാറി. കേരള പ്രവാസി സംഘം കയ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി. കയ്പമംഗലം ഹിറ സ്കൂളിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദീൻ അധ്യക്ഷനായി. പ്രവാസി സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി CK ശ്രീരാജ മുഖ്യാതിഥിയായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, പ്രവാസികാര്യ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ്, NK സുരേഷ്, KG കൃഷ്ണകുമാർ, TK ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KG കൃഷ്ണകുമാർ പ്രസിഡന്റ്, PM സൈനുൽ ആബിദീൻ സെക്രട്ടറി, TK ഗോപിനാഥൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. 2002 ഒക്ടോബർ മാസം 19-ാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ടാണ് കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന ഈ സംഘടന രൂപമെടുക്കുന്നത്. അതിനു മുമ്പ് മലബാറിലൊരു ചെറിയ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് 1996-ലും ഒക്കെ തന്നെ ബഹുമാനക്കാരിലെ AK നായനാർ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാസികളുടെ ദയനീയമായ സ്ഥിതിഗതികൾ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കയ്പമംഗലത്തെ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലം സജീവ സാന്നിധ്യമായിരുന്ന CJ സെയ്ദ് മുഹമ്മദിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാളമുറിയിൽ നടന്ന അനുശോചന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വിവിധ രാഷ്ട്രീയ കക്ഷി വ്യാപാരി നേതാക്കളായ PM അഹമ്മദ്, KF ഡൊമിനിക്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, CJ പോൾസൺ, രാജീവൻ മുറ്റുചൂർ, ER ജോഷി, PK മുഹമ്മദ്, PM ഉസ്മാൻ, സച്ചിദാനന്ദൻ, MB മുബാറക്ക്, TV സുരേഷ് ബാബു, MD സുരേഷ്, മുഹമ്മദ് ചാമക്കാല, സഗീർ പള്ളിപ്പറമ്പിൽ, PL പോൾസൺ, ബീരൻ കരൂപടന്ന തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി സംഘടനാ നേതാക്കളായ PK റാസിഖ്, KP റജി, PV ഇബ്രാഹിം, KN സജീവൻ, സിദ്ദീഖ് പൊന്നാത്ത്, PS മുഹമ്മദ്, മുബാറക്ക് ഗൾഫ് ഡീൽ, KA സവാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ CJ അദ്ദേഹത്തിന് വീട്ടിലും CJ എന്ന് വിളിക്കും, മക്കളും CJ വിളിക്കും, മരുമക്കളും പേരക്കുട്ടികളും. എന്റെ വീട്ടിലും അത് തന്നെ CJ, നമ്മുടെ നാട്ടിലും CJ. ആ CJ നമ്മളെ വിട്ടുപിരിഞ്ഞു. അന്ന് മുതൽ അന്ന് ഞാൻ ഗൾഫില മത്സരിച്ചു. അവിടെ നിന്ന് ഞാൻ തോറ്റുപോയി. ആ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ തന്നെ ഉള്ള CJ-യുമായുള്ള ബന്ധം ഒരിക്കലും ഒരഭിപ്രായത്തിന്റെ പേരിൽ അകന്നു നിൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ബന്ധമാണ് എന്ന് ഓർത്തുകൊണ്ട് ആദ്യം വിശേഷങ്ങളൊന്നും പറയാതെ CJ-യുടെ കുടുംബത്തിനും വ്യാപാരി വ്യവസായികൾക്കും ഒക്കെ ഉണ്ടായ നഷ്ടത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്നു. മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി വാടനപ്പള്ളി ചാപ്പക്കടവ് ബദ്രിയ മദ്രസ വിദ്യാർത്ഥികളുടെ മിലാദ് ഫെസ്റ്റ് നടത്തി. തെക്കേ മഹല്ല ഖത്തീബ് ഉമർ ബാഖവി പഴയന്നൂർ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം സേവനമനുഷ്ഠിച്ച ജലീൽ അഷ്റഫി ഉസ്താദിനെ ചടങ്ങിൽ ആദരിച്ചു. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് റഹ്മത്ത് അലി, സെക്രട്ടറി ഷൗക്കത്ത് അലി, രക്ഷാധികാരി ജമാലുദ്ദീൻ, VK ബഷീർ, റഫീഖ് നബിൽ, തെക്കേ മഹല്ല സെക്രട്ടറി PS ബഷീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബന്ധത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിച്ച ആയിഷ ബീവി, നബിയെ ഏറ്റവും നല്ല അയൽവാസി, ഏറ്റവും കടപ്പാടുള്ള എൻ്റെ അടുത്ത അയൽവാസി ആരാണ്? മുത്തുനബി പറഞ്ഞത് ആയിഷ.
നിന്റെ പൂമുഖവാതിലിൻ്റെ വീടിൻ്റെ ഏറ്റവും പ്രധാന കവാടത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള അയൽവാസി ആരാണോ അവരോടാണ് നിനക്ക് ഏറ്റവും വലിയ കടപ്പാടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ജാതിയെന്നോ മതമെന്നോ നോക്കിയിട്ടല്ല, അയൽവാസി എന്ന കാഴ്ചപ്പാടാണ്. ഇന്നത് മുറിഞ്ഞു വരികയാണ്. അത് ഊട്ടി ഉറപ്പിക്കണം. കുടുംബങ്ങൾ പരസ്പരം ഛിന്ന ഭിന്നമാവുകയാണ്. അത് ഊട്ടി ഉറപ്പിക്കണം. സമ്പത്തിൻ്റെ പേരിൽ മാത്രം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രൗഢിയുടെ പേരിൽ മാത്രം സുഹൃബന്ധങ്ങൾ വളരുകയും നിലനിൽക്കുകയും ചെയ്ത കാലത്ത് നിന്ന് മാറിയിട്ട് കൂട്ടുകാരൻ അവകാശം പോലും എടുക്കുന്ന തരത്തിലുള്ള ബന്ധത്തിലേക്കുള്ള അതിൻ്റെ ഗാഢമായ ആഴമുണ്ടെങ്കിൽ ബന്ധങ്ങൾ മുറിയുന്ന കാലത്ത് ഈ 1500 വർഷത്തിൽ മുത്തുനബിയുടെ മാതൃക നമുക്കുണ്ട്. ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, പരസ്പരമുള്ള കടപ്പാടുകൾ, ഇതൊക്കെ നിലനിർത്തൽ അത്യാവശ്യമാണ്. മുത്തുനബിയുടെ ജന്മനാള് ഒത്തുചേർന്ന് പാടി സമ്പൂർണതയിൽ തിളങ്ങുമി ഹജറ ത്യാഗങ്ങളേറെ സഹീസവി ഹജറ. SNDP നടുവിൽക്കര ശാഖ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. വാടനപ്പള്ളി ലയൺസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങിന് ശാഖാ പ്രസിഡന്റ് പ്രവീൺജിത്ത് കോൺട്രാപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആചാര്യൻ അനിൽ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ, സമൂഹാർച്ചന എന്നിവ നടന്നു. ഗുരുധർമ്മ പ്രചാരകൻ പടിയൂർ വിനോദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. SNDP യോഗം ബോർഡ് അംഗം പ്രകാശ് കടവിൽ മുഖ്യാതിഥിയായിരുന്നു. ശാഖാ സെക്രട്ടറി രഘുനന്ദനൻ, വനിതാ വിംഗ് പ്രസിഡന്റ് പ്രിയ ഷിനോദ്, വൈസ് പ്രസിഡന്റ് അനിത് ആന്തുപറമ്പിൽ, കിരൺ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 50ഓളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് സജീവൻ, രമേഷ്, ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. കണ്ടു. അത് വളരെയധികം സന്തോഷം. നമ്മൾ പറയില്ലേ, നമ്മൾ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് അല്ലെ, ചില ശാഖകൾ നിമിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്കൊരു ചിന്തകൾ, ഉത്സാഹം, നല്ല പോസിറ്റീവ് ചിന്തകളൊക്കെ നമുക്കുണ്ടാകും. അപ്പൊ അതിൽ നമ്മൾ പരമാവധി നമ്മൾ എന്ത് ഇതിലും നമ്മൾ ഒഴിവാക്കാത്ത ചില പ്രാർത്ഥനകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഗുരുവിനെ കുറിച്ച് നമുക്ക് ഗുരുവിനൊക്കെ ചെല്ലണമെങ്കിൽ ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ട്. നമുക്ക് ശിഷ്യന്മാർ അതിൽ ഒന്നാണ് കാരമുഖ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുൻ PTA പ്രസിഡന്റ് KK ഷൈൻവാസൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയന്തി N മേനോൻ, പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, മുൻ PTA വൈസ് പ്രസിഡന്റ് CJ ആന്റണി, MPTA പ്രസിഡന്റ് ഷാരി സുബിൻ, സ്റ്റാഫ് സെക്രട്ടറി ബിജോയ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തെ PTA അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് 2 പാനലുകളിലായി നടത്തിയ മത്സരത്തിൽ TK സലീഷ് കുമാർ, ദിലീപ് കുമാർ, KS കണ്ണൻ, AM സുബിൻ, PB ജോഷി, MS കണ്ണൻ, ES രമേശ്, അഡ്വക്കേറ്റ് KS കാർത്തിക, PS ശ്രുതി, നീതു സന്തോഷ് എന്നിവർ അടങ്ങുന്ന പാനലിനെ തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗത്തിൽ നിന്നും PTA പ്രസിഡന്റായി PB ജോഷി, വൈസ് പ്രസിഡന്റായി കണ്ണൻ കൂട്ടാല, മാതൃസംഘം പ്രസിഡന്റായി ഷാരി സുബിൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകൾ തുടരുന്നു. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നിശ ശില്പശാല നടത്തി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടത്തിയ ശില്പശാല BJP തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. EP ഹരീഷ് മാഷ്, സജിനി മുരളി, ഷൈൻ നെടിയിരിപ്പിൽ, ശ്രീകുട്ടൻ പാടത്തിപ്പറമ്പിൽ, NS ഉണ്ണിമോൻ, AK ചന്ദ്രശേഖരൻ, ലാൽ ഉണ്ണുങ്ങൽ, അനൂപ് പട്ടത്തെ എന്നിവർ നേതൃത്വം നൽകി. ലോക നദീ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ, തൃപ്യാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകൾ വലപ്പാട് കോതകുളം ബീച്ചും പരിസരവും വൃത്തിയാക്കി. ബീച്ച് പരിസരത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കാളികളായി. PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ടീച്ചർ, MPTA പ്രസിഡന്റ് ഇന്ദു, വലപ്പാട് ഹൈസ്കൂൾ ANO ബേബി CS, ശ്രീരാമ പോളിടെക്നിക്കിലെ കെയർടേക്കർ അരുൺ മഹേന്ദ്ര, 23 ബറ്റാലിയൻ ഹവീൽദാർ അംഗ്രേജ് സിംഗ്, സീനിയർ അസിസ്റ്റന്റ് സുദർശിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുനീത് സാഗർ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. അഭിയാൻ എന്ന പദ്ധതിയുടെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലീനിങ്, അതായത് വലപ്പാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റ്സും ഒപ്പം ശ്രീരാമ ഗവൺമെൻറ് പോളിടെക്നിക് തൃപ്പയാറിലെ NCC കേഡറ്റ്സും ചേർന്ന് ഇന്ന് നടത്തുന്ന ഈ നമ്മുടെ തീരദേശത്തെ ഈ ക്ലീനിങ്ങിൻ്റെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തീരദേശം മാത്രമല്ല, നമ്മുടെ വീട്, നാട് മൊത്തം ഇതെല്ലാം ക്ലീൻ ആയിരിക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓരോരുത്തരെയും ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. മണലൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ച് മണലൂർ ITIയിൽ പുതുതായി നിർമ്മിച്ച ട്രസ് വർക്കിന്റെ ഉദ്ഘാടനം MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പാൾ NV മീന, മണലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സതീഷ്, PTA ട്രഷറർ മനീഷ് പങ്കജ് P, സ്റ്റാഫ് സെക്രട്ടറി സുരേഷ്, ട്രെയിനീസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി കൃഷ്ണപ്രിയ രമേശ് എന്നിവർ സംസാരിച്ചു. അത് നമുക്ക് പെട്ടെന്ന് നൽകാൻ ആവശ്യമായ നടപടി നമുക്ക് എടുക്കാൻ കഴിയും. ഇവിടെ വികസന കാര്യങ്ങളിൽ ഒപ്പം ഉണ്ട് സർക്കാർ എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഗൗരവപ്പെട്ട കാര്യം 2-3 വട്ടം സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം, ഇവിടെ ഇപ്പോൾ ആകെ 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മെക്കാനിക്കൽ ഇതും പിന്നെ മോട്ടോർ വെഹിക്കിളിലാണ്. വേറെ 2 ട്രേഡും കൂടി നമുക്ക് വേണമെന്ന് നമ്മൾ പലവട്ടം സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ 2 ട്രേഡ് അനുഭവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അധ്യാപകർ വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം. കാരമുക്ക് ചാത്തംകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര മാനേജർ CM വിപിനകുമാർ, ക്ഷേത്രം ഭാരവാഹികളായ K വസന്തകുമാർ, NR രഞ്ജിത്ത് കുമാർ, MM ഋഷികേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 1 വരെ ദിവസവും വൈകിട്ട് 6 മണിക്ക് സോപാന സംഗീതം നടത്തും. ദിവസവും രാത്രി പ്രസാദ കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ സെപ്റ്റംബർ 28 രാത്രി 7 ഇടക്ക തായമ്പകയും 29 രാത്രി 7 തിമില തായമ്പകയും സംഘടിപ്പിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി സംഗീതാർച്ചന, ഇടക്ക സമന്വയം, ഭക്തിഗാനസുധ, ലളിത സഹസ്രനാമാർച്ചന, വിവിധ നൃത്തങ്ങൾ, മേളം, പൂജവെപ്പ് എന്നിവയും ഉണ്ടാകും. 24 വൈകിട്ട് 5:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് താമരപ്പള്ളിമന ദാമോദരൻ നമ്പൂതിരിപ്പാട് നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1-ാം തീയതി ദേവി മഹാത്മ്യ പാരായണം, സോപാന സംഗീതം, നൃത്യങ്ങൾ. പിന്നെ 2-ാം തീയതി കാലത്ത് പൂജയ്ക്ക് എടുപ്പ്, മേളം, പഴുവിൽ രഘുമാരാര് പൂജയ്ക്ക് എടുപ്പ്, സോപാന സംഗീതം. ഏങ്ങണ്ടിയൂർ നാരായണ ഗുരുകുലത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ആചരിച്ചു. സമാധി ദിനത്തിൽ രാവിലെ ഹോമം, വചനം, ഗുരുദേവ കൃതി പാരായണം എന്നിവ നടത്തി. തുടർന്ന് സ്വാമി തീർത്ഥ നേതൃത്വം നൽകിയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. രാജേഷ് മോഹൻ, വത്സൻ കാരയിൽ, ഹർഷവർദ്ധൻ, ബാബു ബാബാസ്, രാധാകൃഷ്ണൻ, ജയരാജ് തച്ചപ്പുള്ളി എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഈ പ്രണവനാദം തന്നെ കേൾക്കും. ഇത് സാധാരണ പറയാറില്ല ഇങ്ങനെ നാദം കേൾക്കുമെന്ന്. അപ്പോൾ നാദം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഉപാസനയും അവിടെ ആഗ്രഹം വരും.
മറിച്ച് അനുഷ്ഠിക്കാനുള്ള ഉപാധി പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഇന്നത് ചെയ്താൽ മതി. അവൻ യോഗ്യത കൊണ്ട് അവൻ ഡെയിലി അഭ്യസിക്കുമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് മനസ്സിലാവും. മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ നാദത്തിന് പല ഭൂമികകളുണ്ട്. ചിത്തം, വിക്ഷത്വം, മൂഢം, നിരുദ്ധം, ഏകാഗ്രം എന്ന് പറയുന്ന പോലെ ബോധത്തിന് 5 ഭൂമികകളെ പറ്റി പതഞ്ജലി പറയുന്നുണ്ട്. മണലൂർ അയ്യപ്പൻകാവ് ദേശീയവിളക്ക് കമ്മിറ്റി പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. ഞായറാഴ്ച വൈകിട്ട് ദേശീയവിളക്ക് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ചടങ്ങിന് സുധീർ പൊച്ചേക്കാട്ട അധ്യക്ഷത വഹിച്ചു. 2026 കമ്മിറ്റി ഭാരവാഹികളായി സെക്രട്ടറി MT താജൻ, പ്രസിഡന്റ് സുധീർ പൊച്ചേക്കാട്ട്, ട്രഷറർ TG രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റുമാരായി CS അജീഷ്, ബിജു, ഗംഗാ സുദർശ്, രമ്യ ബൈജു, ജോയിന്റ് സെക്രട്ടറിമാരായി VA വൈശാഖ്, TC വിപിൻ, CV രാഹുൽ, ഷിജില, ഷൈജു എന്നിവരെ തെരഞ്ഞെടുത്തു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 1 വരെ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് 42ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തിങ്കളാഴ്ച മുതൽ തുടക്കം കുറിച്ചു. സപ്താഹയജ്ഞത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മാനേജർ മനോജ് K. നായർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഭഗവാന്റെ തൃപ്രയാർ ദേവരുടെ ഈ സന്നിധിയിൽ ഭാരതമെങ്ങും ഇന്നു മുതൽ ഹൈന്ദവ സമൂഹം നവരാത്രി ആഘോഷിക്കുകയാണ്. ആദിപരാശക്തിയായ ദേവിയുടെ 9 ഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നവരാത്രി വ്രതമെടുക്കുന്നവരുണ്ട്. ഈ 9 ദിവസവും ദേവിക്ക് സമർപ്പിക്കുന്നവരുണ്ട്. ജഗദംബികയ്ക്ക് വേണ്ടി ആ ഭക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇന്ന് തൃപ്രയാർ ദേവരുടെ സന്നിധിയിലും ഈ നവാഹവും നവരാത്രി ആഘോഷവും നടക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ വർഷം വന്ന ആചാര്യൻ തന്നെയാണ് ഇപ്രാവശ്യം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിനെ വീണ്ടും വിളിക്കുന്നത്. സനാതനധർമ്മ പാഠശാല രക്ഷാധികാരി U. വാസുദേവ മേനോൻ അധ്യക്ഷത വഹിച്ചു. യജ്ഞാചാര്യൻ ഭക്തഗോകുലം ശ്രീകണ്ഠേശ്വരം സോമവാര്യരെ ദേവസ്വം ഓഫീസർ മനോജ് K. നായർ ആചാര്യവരണം നൽകി സ്വീകരിച്ചു. വാദ്യകലാ ആസ്വാദക സമിതി വൈസ് പ്രസിഡന്റ് അനിയൻ മാരാർ, പ്രസിഡന്റ് P. മണികണ്ഠൻ, സെക്രട്ടറി സുലോചന ശക്തിധര പണിക്കർ, ട്രഷറർ രാംകുമാർ എന്നിവർ സംസാരിച്ചു. ശരണമംബികേ ദേവി ശരണമംബികേ ശരണമംബികേ ദേവി ശരണമംബികേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിയിലെ തായാട്ട് കൊച്ചുവേലായുധന് CPM നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. തൃപ്പയാറിൽ ഇനി നാടകരാവുകൾ. തൃപ്പയാർ നാടകവിരുന്നിന് അരങ്ങുണർന്നു. ചിറയ്ക്കൽ GLP സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.